ലാലേട്ടൻ എല്ലാവർക്കും കൂടി ഒരു ടാസ്ക് കൊടുത്തിരുന്നു. ആരാണ് ഈ ഷോയുടെ സ്റ്റാർ ഓഫ് ദ ഷോ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സാബുമാൻ ആദ്യം തന്നെ നെവിൻ്റെ പേരാണെന്ന് പറയുന്നത്. എനിക്കവന് തീരെ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ അവൻ ഭയങ്കര ഒരു യുണീക്കാണ്. അവൻ്റെ ഗെയിം ഭയങ്കര ഡിഫറെൻറ്റാണ്. ആ ഗെയിമിൽ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ അവൻ എപ്പോഴും നല്ല രീതിക്ക് അത് കളിച്ച് വരും. അവൻ എത്ര ഡൗൺ ആയാലും ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റാർ നെവിനാണെന്ന് പറയാണ്. അനീഷ് പറയുന്നത് ഷാനവാസാണ്. ഒരു സൂപ്പർ ഹീറോ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാളാണ്. അറ്റ് ദ സെയിം ടൈം എല്ലാം കൂടെ ഉള്ള എൻ്റർടൈൻമെൻറ്റ്, സൗഹൃദം, വലിയേട്ടൻ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടെന്ന് പറയുന്നു. അക്ബർ പറയുന്നത് ഒണിയിൽ സ്ട്രാറ്റജി ഉണ്ട്, കണ്ണിങ് ആണ്, നല്ല കൗണ്ടർ ടോക്ക് ഒക്കെ പറയും. സീസണിൻ്റെ സ്റ്റാറായിട്ട് എനിക്ക് അവനെയാണ് തോന്നിയതെന്ന് അക്ബർ പറയുന്നു. നൂറ പറയുന്നത് അഭിലാഷിനെയാണ്. ഏത് ഗെയിം വന്നാലും നല്ല ലൂപ്പ് ഹോളൊക്കെ കണ്ടെത്തി കളിക്കുന്ന ഒരാളായിട്ടാണ് പറയുന്നത്. എൻ്റർടൈനർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. നെവീനും പറയുന്നത് ഒണിയിലാണ്. നല്ല മനുഷ്യനാണ്, കണ്ണിങ് ഗെയിമറാണ്, നല്ല നിലപാടും അഭിപ്രായവും ഉള്ള മനുഷ്യനാണെന്ന് പറയുന്നു. നമ്മുടെ അനുമോള് പറയുന്നത് ആര്യനാണ്. ആര്യൻ്റെ നെഗറ്റീവ് സൈഡൊക്കെ കുറേ ഉണ്ടെങ്കിലും അവൻ നന്നായിട്ട് ടാസ്ക് കളിക്കും. എത്ര ടഫായാലും അവനൊരു ഗെയിമർ എന്ന രീതിയിൽ അവനത് കളിച്ച് മുന്നേറും. അതേപോലെ ഡൗൺ ആയിരുന്ന സമയത്ത് നമ്മളോടൊക്കെ ഉള്ള പിണക്കവും വഴക്കും ഒക്കെ മറന്നിട്ട് അവൻ നമ്മളോട് എല്ലാവരോടും നല്ല രീതിയിൽ വന്ന് മിണ്ടി ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുമായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഷാനവാസിക്കോട് ചോദിക്കുമ്പോൾ ഷാനവാസിക്ക പറയുന്നത് അനീഷേട്ടൻ്റെ പേരാണ്. ഒരു നല്ല ഗെയിമറാണ്. അവനൊരു സാധാരണക്കാരനായിട്ടും എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും ടാർഗറ്റ് അവനെ ആക്കി. അവൻ വന്ന ദിവസം തന്നെ അത് അവൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ അവൻ്റെ പ്ലേ ആണ് അതെന്നുള്ള രീതിയിൽ നമ്മുടെ ഷാനവാസിക്ക പറയുന്നുണ്ട്. ഇവൻ വൈൽഡ് കാർഡ് വന്നിട്ടും അവനെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്തത്. അത്രയും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ആദിലേയും അതേപോലെ പറയുന്നു, നല്ല ഗെയിമാണ്, ഒന്നും മനസ്സിൽ വെക്കത്തില്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറ്റി വെച്ച് പിന്നീട് നല്ല രീതിയിൽ കോമണർ ആയിരുന്നിട്ട് പോലും പുള്ളി നല്ല രീതിയിൽ ഗെയിം കളിച്ചു, നല്ല വ്യക്തിത്വം ഉണ്ട്, ഒരുപാട് മാറിയ ആൾ എന്നൊക്കെയാണ് ആദിലേയും പറയുന്നത്.